പ്രിയമുള്ളവരെ, കേരളം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ടുകളിൽ ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ രണ്ടാമതും പൊങ്ങി വരുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ആരോപണങ്ങളൊക്കെ അതിജീവിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ സജീവമാകുന്ന സമയത്താണ് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതും ഇലക്ഷൻ പ്രചരണ രംഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷമാകുന്നതും. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിജീവിത സംഘ പശ്ചാത്തലമുള്ള ഒരാളാണ് എന്ന് പിന്നീട് വ്യക്തമായി. സംഘ പശ്ചാത്തലമുള്ള ഒരു ചാനലിലെ ജീവനക്കാരിയായിരുന്നു അവർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ല എങ്കിൽ ചാനൽ അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എല്ലാം കൂട്ടിയോജിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാരണമുണ്ട്. ഈ ആരോപണങ്ങളുടെയൊക്കെ അടിസ്ഥാനം പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സാന്നിധ്യം BJPയെ പരാജയപ്പെടുത്തുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ രണ്ടാമത് ഉയർന്നു വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ സൈബർ ഇടങ്ങളിൽ ആക്ഷേപിക്കുന്നുണ്ട്. നമ്മൾ സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വിശകലനം ചെയ്യുമ്പോൾ അതും ശരിയായി വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും പാലക്കാട് മുനിസിപ്പൽ ഇലക്ഷൻ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നത് കൊണ്ട് കോൺഗ്രസ് ആ മുനിസിപ്പാലിറ്റി തിരികെ പിടിക്കും എന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നാണ് ഇത്തരം ആരോപണങ്ങൾ രണ്ടാമതും ഉണ്ടാകുന്നത് എന്ന ഒരു വസ്തുത ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രശാന്ത് ശിവൻ ആ മുനിസിപ്പാലിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന BJPയുടെ ജില്ലാ അധ്യക്ഷൻ, അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏറ്റുമുട്ടാനുള്ള ഒരു വാക്ചാതുര്യമോ സംഘടനാ പാഠമോ ഒന്നുമില്ല. മസിലൊക്കെ ഉള്ള ആളാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏറ്റുമുട്ടുമ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു പോകാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ തന്ത്രപൂർവ്വമായി ഇത്തരം ഒരു ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചതാണ് എന്ന് സംശയിക്കുന്നവർ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഒരു ഇലക്ഷൻ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ 2015 അവിടെ NDA ആണ് അധികാരത്തിലെത്തിയത്. കഴിഞ്ഞ 10 വർഷമായി, അതായത് 2 ടേമും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP നേതൃത്വത്തിലുള്ള NDA ആണ് ഭരിക്കുന്നത്. 2015 24 സീറ്റ് NDAക്ക് ഉണ്ടായിരുന്നു. UDFന് 16 സീറ്റും LDFന് 6 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. അന്ന് അവിടെ ഈ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 16 സീറ്റ് ഉണ്ടായിരുന്ന UDFും 6 സീറ്റ് ഉണ്ടായിരുന്ന LDFും ഒക്കെ ഒന്നിച്ചു നിന്നു വരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ പറ്റുമായിരുന്നു എന്ന ചില വിശകലനം ഉണ്ടായിരുന്നു. UDFിൻ്റെ ആരോപണം അവിടെ LDF തന്ത്രപൂർവ്വം BJP അധികാരത്തിലെത്തുവാൻ സഹായിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ 2020 എത്തുമ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറുന്നുണ്ട്. BJP അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നുണ്ട്. 28 സീറ്റിലേക്ക് BJP പ്രകടനം മെച്ചപ്പെടുത്തുന്നു. UDFിൻ്റെ സീറ്റ് 12 കുറയുന്നു. 16 നിന്ന് CPM അഥവാ LDF മൊത്തമായി 6 സീറ്റിൽ നിന്ന് 7 സീറ്റായിട്ട് അവരുടെ ഒരു സീറ്റ് വിഹിതം ഒരു സീറ്റ് അധികമായി വർദ്ധിപ്പിക്കുന്നു. അതായത് BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി 2020 അധികാരത്തിലെത്തുന്നു. 2025 എത്തുമ്പോൾ മുനിസിപ്പാലിറ്റി സീറ്റുകളുടെ എണ്ണം ഒന്ന് കൂടുന്നുണ്ട്. 53 സീറ്റാണുള്ളത്. 27 സീറ്റ് പിടിച്ചാൽ അധികാരത്തിൽ എത്താം എന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഗ്ലാമർ താരങ്ങളിൽ ഒരാളായ അവരുടെ MLA 2 പ്രാവശ്യം മത്സരിക്കുമ്പോഴും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് BJPക്കായിരുന്നു ലീഡ്, ഷാഫി പറമ്പിലിനല്ലായിരുന്നു ലീഡ്. അതുപോലെ പാലക്കാട് ലോക്സഭയിലേറ്റും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലീഡ് ചെയ്യുക എപ്പോഴും BJP സ്ഥാനാർത്ഥികൾ ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെയാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നേരിടുവാനെത്തുമ്പോൾ ഷാഫി പറമ്പിൽ വടകര MP ആയി പോകുന്ന അതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ BJPയുടെ കുത്തകയായിരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട്. BJPയുടെ പല കുത്തക വാർഡുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് പാലക്കാടിൻ്റെ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ചരിത്രത്തിലേക്ക്. എന്തായാലും അത് ഒരു അഡ്വാൻറ്റേജായി നമുക്ക് എടുക്കാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം അവിടെ ഒരു പക്ഷേ UDFിനെ അധികാരത്തിലെത്തിച്ചേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഒന്നും നമ്മളിവിടെ പരാമർശിക്കുന്നില്ല, പക്ഷേ ചർച്ച ചെയ്യുന്നുണ്ട് സൈബർ ഇടങ്ങളിൽ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും 2025 ഇലക്ഷൻ റിസൾട്ട് എങ്ങനെയായിരിക്കുമെന്ന് നോക്കിയാൽ UDF
അവരുടെ സാഹചര്യം, അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തും എന്ന് തന്നെയാണ് വിശകലനങ്ങളിലൊക്കെ വരുന്നത്. പ്രത്യേകിച്ചും ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് BJP-യേക്കാൾ കൂടുതൽ ക്രിയാത്മകമായി ഇടപെട്ടത് കോൺഗ്രസ് ആണ് എന്നൊരു വിശകലനം പാലക്കാട് മാത്രമല്ല കേരളത്തിൽ ആകമാനമുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് UDF-ന് കിട്ടും എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തൽ വരുന്നത്. 27 സീറ്റ്, ഒരുപക്ഷെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ അത്രയും സീറ്റുകളിലേക്ക് എത്തപ്പെട്ടില്ലെങ്കിലും UDF ഒരു 20 സീറ്റോളം ഒക്കെ നേടും എന്ന് തന്നെയാണ് വിശകലനങ്ങൾ വരുന്നത്. BJP-യും വോട്ട് വിഹിതത്തിലും സീറ്റ് വിഹിതത്തിലുമൊക്കെ താഴോട്ട് പോകും. എങ്കിലും BJP 2ാം സ്ഥാനത്തെത്തും, കോൺഗ്രസിന് പിറകിൽ എന്ന ഒരു വിശകലനം വരുന്നുണ്ട്. CPM അവരുടെ സീറ്റ് വിഹിതം ഒന്നും വളരെയധികം കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധ്യമല്ല. ഒരുപക്ഷെ 1-2 സീറ്റുകൾ കുറഞ്ഞ് 5 സീറ്റിലോ 6 സീറ്റിലോ ഒക്കെ CPM-ൻ്റെ ഒരു സീറ്റ് വിഹിതം നിന്നേക്കാം എന്ന ഒരു വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. ശബരിമല വിഷയത്തിനപ്പുറത്ത് കോൺഗ്രസിന് അവിടെ മുൻതൂക്കം നൽകുന്ന മറ്റൊരു ഘടകം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു രക്തസാക്ഷി പരിവേഷമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം അത് മനഃപൂർവ്വമായിരുന്നു, കൊടുക്കുവാൻ ശ്രമിച്ചതാണ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു ആരോപണം. പ്രത്യേകിച്ചും ആരോപണം ഉന്നയിച്ച ആളുകളും അതിലെ അതിജീവിതയും ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ പാലക്കാട് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ അടിയൊഴുക്കുകളുമൊക്കെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു നേട്ടത്തിന് കാരണമായേക്കും എന്ന വിലയിരുത്തൽ പാലക്കാട് നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. മറ്റൊന്ന്, BJP-ക്കുള്ളിലെ ചില ഉൾക്കളികളും അതുപോലെയുള്ള ഗ്രൂപ്പ് വഴക്കുകളും പോരുകളും ഒക്കെ അത് കോൺഗ്രസ്സിന് നേട്ടമുണ്ടായേക്കാം. പ്രത്യേകിച്ചും നിലവിലുള്ള ചെയർമാൻ, മുനിസിപ്പൽ ചെയർമാൻ, അവരുടെയൊക്കെ പരോക്ഷമായ ഒരു സപ്പോർട്ട് കോൺഗ്രസ്സിന് കിട്ടും എന്ന ചില നിഗമനങ്ങൾ വരുന്നുണ്ട്. ഒപ്പം BJP കൗൺസിലർ കൂടിയായിരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലർ കൂടിയായിരുന്ന കൃഷ്ണകുമാർ മത്സരിച്ച ഒരു ഇലക്ഷനിലാണ് അവിടെ BJP കോൺഗ്രസ് പിന്നിലേക്ക് പോയത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനും എതിരായിട്ട് BJP-ക്കുള്ളിൽ വലിയ രീതിയിൽ അവിടെ അസ്വാരസ്യം ഉയരുന്നുണ്ട്. N കൃഷ്ണരാജിനെ പോലെയുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ അവിടെ ഇവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് എന്ന വിശദീകരണമൊക്കെ നിലവിൽ വരുന്നുണ്ട്. എന്തായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഒരു അവസാന നിമിഷ ഇലക്ഷൻ വിശകലനം നടത്തുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടമാണ് എന്ന് തന്നെ വ്യക്തമാക്കുകയാണ്. അതായത് കോൺഗ്രസോ BJP-യോ അവിടെ അധികാരത്തിലെത്തുവാനുള്ള സാധ്യതകളുണ്ട്. LDF അവരുടെ സ്ഥിതി തുടരും, പഴയ സ്ഥിതി തന്നെ. ഒരുപക്ഷെ 6-7 സീറ്റുകൾ നേടി അവർ 3ാം സ്ഥാനത്ത് തന്നെ എത്തപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റാണ് ഉണ്ടായിരുന്നത്, കഴിഞ്ഞ 2 ഇലക്ഷനിലും. അത് നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ആ സീറ്റ് ഒരു പക്ഷേ ലീഗ് UDF-ന് വേണ്ടി പിടിച്ചെടുക്കും എന്നുള്ള രാഷ്ട്രീയ നിഗമനങ്ങളുമൊക്കെ പാലക്കാട് നിന്ന് കിട്ടുന്ന ഒരു സന്ദർഭമാണിത്. എന്തായാലും പാലക്കാടെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഒരു ഫാക്ടറായി തന്നെ നിൽക്കുന്നു എന്ന ഒരു സത്യമുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.